നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പ്രിയ ഫിഡലിന് വിട. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം വിശകലനം ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ എ കെ രാമകൃഷ്ണൻ, ശ്രീ എം ബി രാജേഷ് എം പി, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ പി പി സത്യൻ. ശ്രീ എം ബി രാജേഷ്, ഫിഡൽ കാസ്ട്രോ പോകുന്നതോടുകൂടി ഒരു യുഗം തന്നെയാണ് അവസാനിക്കുന്നത്. പക്ഷേ ശ്രീ എം ബി രാജേഷിനെ പോലെയുള്ള താരതമ്യേന ചെറുപ്പക്കാരായ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാസ്ട്രോ എന്തായിരുന്നു, ക്യൂബ എന്ത് സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ തലമുറയെ അഗാധമായി സ്വാധീനിച്ച, പ്രചോദിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത നേതാക്കളിൽ ഏറ്റവും പ്രമുഖനാണ് ഫിഡൽ കാസ്ട്രോ. ഞങ്ങളെല്ലാം ജനിച്ചപ്പോഴേക്കും ചെഗുവേര രക്തസാക്ഷിയായി കഴിഞ്ഞിരുന്നു. ചെഗുവേരയുടെ ഉറ്റ സഖാവായിരുന്ന, തൻ്റെ നേതാവ് എന്ന് ചെഗുവേര തന്നെ വിശേഷിപ്പിച്ചയാളാണ് ഫിഡൽ കാസ്ട്രോ. അദ്ദേഹം വിപ്ലവം നയിക്കുക മാത്രമല്ല, ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെക്കാലം വിപ്ലവ ക്യൂബയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ സൈനിക ശക്തിയുടെ കടന്നാക്രമണങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിന്നുകൊണ്ട് പ്രതിരോധിക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് ഫിഡൽ കാസ്ട്രോ വ്യത്യസ്തനായിത്തീരുന്നത്. ഒരു വിപ്ലവം വിജയത്തിലെത്തിക്കുക എന്നതിനേക്കാൾ ദുഷ്കരമാണ് 90 മൈൽ മാത്രം അമേരിക്കയിൽ നിന്ന് അകലെയുള്ള കൊച്ചു ക്യൂബയെ ഈ അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്നെല്ലാം പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളത്. ഫിഡൽ കാസ്ട്രോ തീർച്ചയായിട്ടും ലോകത്തിന് നൽകിയിട്ടുള്ളൊരു സന്ദേശം അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ, വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിജീവനത്തിൻ്റെ മഹത്തായിട്ടുള്ള സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏത് വലിയ സൈനിക ശക്തിയെയും ഏത് വലിയ സാമ്രാജ്യത്വത്തെയും ആശയങ്ങളുടെ കരുത്തുകൊണ്ടും ജനങ്ങളെ അണിനിരത്തിയും നേരിടാം എന്ന വലിയ ആത്മവിശ്വാസമാണ് ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബ ലോകത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാസ്ട്രോ ലോകത്തിലെ മറ്റെല്ലാ നേതാക്കളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. സമാനതകളില്ലാത്ത വിപ്ലവ ജീവിതത്തിൻ്റെ ഉടമയാണ് ഫിഡൽ കാസ്ട്രോ. 33-ാമത്തെ വയസ്സിലാണ് ഒരു രാജ്യത്തിൻ്റെ തലവനായി ഫിഡൽ കാസ്ട്രോ അധികാരത്തിലെത്തുന്നത് എന്ന് ഓർമ്മിക്കണം. 33-ാമത്തെ വയസ്സിലാണ്. നമ്മുടെ നാട്ടിൽ 33 വയസ്സിൽ ഒരാൾ MLA യോ MP യോ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് മെക്സിക്കോയിൽ നിന്ന് 82 വിപ്ലവകാരികളെയും കൂട്ടി ആയുധങ്ങൾ നിറച്ച ഒരു ബോട്ടിൽ, ഗ്രാൻമ എന്ന് പേരിട്ടിട്ടുള്ള ബോട്ടിൽ അദ്ദേഹം ക്യൂബൻ തീരത്ത് വന്നിറങ്ങുന്നതും ജനങ്ങളെ അണിനിരത്തി, ജനങ്ങളെ സംഘടിപ്പിച്ച് വിപ്ലവം നയിക്കുന്നതും ഒരു ജനത മുഴുവൻ ഈ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു വിപ്ലവ ശ്രമം പരാജയപ്പെട്ട് അറസ്റ്റിലായി. അദ്ദേഹം ഏകാധിപതിയായ ബാറ്റിസ്റ്റായുടെ കോടതിയിൽ വിചാരണ നേരിട്ടു. ആ കോടതി വിചാരണയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും വളരെ പ്രസിദ്ധമാണ്. ആ പ്രസംഗം പിന്നീട് പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമായി മാറി. ഹിസ്റ്ററി വിൽ അബ്സോൾവ് മീ, ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് വിധിക്കും എന്ന ആ വിഖ്യാതമായിട്ടുള്ള പ്രസംഗത്തിലൂടെ ബാറ്റിസ്റ്റ ഭരണത്തിനെതിരായ നിശിത വിമർശനം നടത്തുകയും വിപ്ലവകാരികളുടെ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വേദിയാക്കി കോടതിയെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കോടതിയെ തന്നെ ഒരു സമരവേദിയാക്കി ഉപയോഗിക്കുന്നത് എന്ന് കാസ്ട്രോ തെളിയിച്ചു. യഥാർത്ഥത്തിൽ കാസ്ട്രോ വിപ്ലവം നയിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ല. വിപ്ലവത്തിന് ശേഷമാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേരുന്നതും ഒക്കെ. അദ്ദേഹം ഒരു പാർട്ടി എന്ന നിലയിൽ നിന്ന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല ആ സമയത്ത്, വിപ്ലവം നയിക്കുന്ന സമയത്ത്. വിപ്ലവത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധ്യം വരികയാണ്, ഈ വിപ്ലവത്തെ പ്രതിരോധിക്കാൻ, സംരക്ഷിക്കാൻ ജനങ്ങളുടെ മുന്നണിപ്പട എന്ന നിലയിൽ, തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണിപ്പട എന്ന നിലയിൽ ഒരു ശക്തമായ പാർട്ടി ഉണ്ടാവണം എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള വിപ്ലവം നയിച്ച ആളാണ് ഫിഡൽ കാസ്ട്രോ എന്ന് നമുക്ക് പറയാൻ പറ്റും. വലിയ പരീക്ഷണങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. അരനൂറ്റാണ്ട് കാലം അമേരിക്ക എല്ലാ ശ്രമവും നടത്തി കാസ്ട്രോയെ വ്യക്തിപരമായിട്ടില്ലാതാക്കാനും ക്യൂബയെ തകർക്കാനും വേണ്ടിയിട്ട്. ആ ശ്രമങ്ങളെയെല്ലാം അദ്ദേഹം ജനങ്ങളെ ഒപ്പം നിർത്തി അവർക്ക് മുന്നിൽ നിന്ന് നയിച്ചു.
ഒരു ഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആവേശത്തോടു കൂടി ഓർക്കുന്നതാണ്, അമേരിക്കയുടെ സൈനികാക്രമണ ഭീഷണിക്ക് മുമ്പിൽ ഫിഡൽ കാസ്ട്രോ പ്രഖ്യാപിച്ചു സോഷ്യലിസം അല്ലെങ്കിൽ മരണം. ഒരു ജനത മുഴുവൻ അത് ഏറ്റുവാങ്ങി ആ പ്രഖ്യാപനം. അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞു, ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പിടി ചോര പുരണ്ട മണ്ണ് മാത്രമായിരിക്കും, ക്യൂബയുടെ ചോര പുരണ്ട മണ്ണ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ഇടം, ധൈര്യം, ധീരത ഇതൊക്കെയുള്ള നേതാവായിരുന്നു ഫിഡൽ കാസ്ട്രോ. മാത്രമല്ല അദ്ദേഹം രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, വളരെ വിഷണറി ആയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. ക്യൂബ ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യത്തിന് കീഴിൽ തകർന്ന് തരിപ്പണമായ നരകതുല്യമായിട്ടുള്ള രാജ്യമായിരുന്നു. അവിടെ നിന്നാണ് ലോകത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ വളരെ മുമ്പിൽ, ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രങ്ങൾക്ക് മുമ്പിലെത്തുന്ന ഒപ്പമെത്തുന്ന ഒരു രാജ്യമാക്കിയിട്ട് ക്യൂബയെ ഫിഡൽ കാസ്ട്രോ മാറ്റിയത്. ഈ ഉപരോധത്തിന്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ അതുപോലെ ആരോഗ്യ മേഖലയുടെ ഒക്കെ കാര്യത്തിൽ ക്യൂബ ലോകത്തിനാകെ ഒരു അത്ഭുതമായിരുന്നു. ഫിഡൽ കാസ്ട്രോ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഡോക്ടർ രോഗി അനുപാതം നോക്കിയാൽ അമേരിക്കയിൽ ഇതിനേക്കാൾ കൂടുതലാണ് ക്യൂബയിലുള്ളത് എന്നുള്ളതാണ്. അമേരിക്കയിൽ മനുഷ്യന്റെ ജീവന് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യവും വിലയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സൗജന്യമാണ് ക്യൂബയിലെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം എന്നിവയൊക്കെ. മാത്രമല്ല ആയിരക്കണക്കിന് ഡോക്ടർമാരെയും അധ്യാപകരെയും ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവ ഗവൺമെന്റ് ലാറ്റിൻ അമേരിക്കയിലെയും അതുപോലെ ആഫ്രിക്കയിലെയും രാജ്യങ്ങളിൽ, പാവപ്പെട്ട ദരിദ്ര രാജ്യങ്ങൾക്ക് അയച്ച് അവിടെ സന്നദ്ധ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്നദ്ധ സേവനം ആയിരക്കണക്കിന് ഡോക്ടർമാരും അധ്യാപകരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സാർവദേശീയ വിപ്ലവ സാഹോദര്യം അദ്ദേഹം അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. മാത്രമല്ല ക്യൂബ ഈ ഉപരോധത്തിന് നടുവിൽ നിന്നുകൊണ്ട് ക്യൂബയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഫിഡൽ കാസ്ട്രോ. ഏറ്റവും വലിയ ശക്തി മനുഷ്യ വിഭവശേഷിയാണ്. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി അതുപയോഗിച്ചുകൊണ്ട് മനുഷ്യ വിഭവശേഷിയെ വളർത്തിയെടുക്കുകയാണ് ഫിഡൽ കാസ്ട്രോ ചെയ്തത്. അങ്ങനെ കൂടിയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ വെല്ലുവിളിച്ചത്. IT-യുടെ ബയോടെക്നോളജിയുടെ ഒക്കെ കാര്യത്തിൽ ക്യൂബ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറി. കാരണം മറ്റ് മേഖലകളിലൊന്നും വ്യവസായവൽക്കരണം വലിയ പ്രതിസന്ധി നേരിട്ടു അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന്. വ്യവസായ രംഗത്തും മറ്റും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ബയോടെക്നോളജിയിൽ ക്യൂബ ഒരു പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട ശക്തിയായിട്ടാണ് ക്യൂബയെ വളർത്തിയെടുത്തത്. അതുപോലെ തന്നെ IT-യുടെയും കാര്യത്തിൽ ഇന്ത്യയിലെ പല കമ്പനികൾക്കും, ഇപ്പോൾ കിരൺ മജുംദാർ ഷോയെ പോലുള്ള ആളുകൾക്ക് ക്യൂബൻ ഗവൺമെന്റുമായിട്ട് സംയുക്ത സംരംഭമുണ്ട് ബയോടെക്നോളജിയുടെ മേഖലയിൽ. താങ്കൾക്ക് വേഗം പോകണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് താങ്കൾക്ക് ഈ കാര്യത്തിൽ കുറച്ചേറെ പറയാനുള്ള ഒരു തലമുറയുടെ പ്രതിനിധി കൂടി ആയതുകൊണ്ട് സമയവും കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി വരും ഈ ഘട്ടത്തിൽ തന്നെ, അങ്ങ് പോകുന്നതിന് മുമ്പായി. ഡോക്ടർ AK രാമകൃഷ്ണൻ, ഒരു തരത്തിൽ സൈദ്ധാന്തികമായി സാമ്രാജ്യത്വത്തെ മറ്റൊരു സിദ്ധാന്തം കൊണ്ട് നേരിടുകയായിരുന്നില്ല ഫിഡൽ കാസ്ട്രോ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇവിടെ MB രാജേഷ് വിശദീകരിച്ചതുപോലെ പ്രയോഗ തലത്തിൽ ക്യൂബയെ ഒരു ജനതയെ മുഴുവൻ പിന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് പോരാടുകയായിരുന്നു. അമേരിക്കയോടാണോ പോരാടിയത്, സാമ്രാജ്യത്വത്തോടാണോ പോരാടിയത് എന്നത് തർക്കിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ കാണുന്നു താങ്കൾ? ഈ സമീപകാല ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഒന്ന് ഒബാമയുടെ ഹവാന സന്ദർശനം, യഥാർത്ഥത്തിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്ത ഈ അമേരിക്കൻ സാമ്രാജ്യത്വം അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്തേക്ക് വന്ന് ഒരുപക്ഷെ ചരിത്രം തിരുത്തേണ്ടതായിട്ടുണ്ട്. അമേരിക്ക അതിൻ്റെ പരാജയം സമ്മതിച്ച ഒരു നിമിഷമായിരുന്നു അത്. കാസ്ട്രോയുടെ മേലെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാൻ അടക്കമുള്ള അനേകം പരിശ്രമങ്ങൾ നടത്തി. അതിനൊക്കെ ശേഷം ഇതാ നിങ്ങൾ സർവൈവ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതായിട്ട് വന്നു എന്ന ആ ഒരു നിമിഷം ഒരുപക്ഷെ ഒരു തരം പോയറ്റിക് ജസ്റ്റിസ് എന്നൊക്കെ നാം പറയുന്ന ഒരു അവസരമായിരുന്നു അത്. മറ്റൊന്ന് നമ്മുടെ മുമ്പിലുള്ളത് ലോകത്താകമാനം വലതുപക്ഷ ശക്തികൾ, ചിലപ്പോൾ വലതുപക്ഷ തീവ്രവാദ ശക്തികൾ രാഷ്ട്രീയത്തിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കുന്നൊരു സമയമാണിത്. ഈ സമയത്ത് അത് യൂറോപ്പിലാണെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ രാജ്യത്ത് തന്നെ ആണെങ്കിലും ഒക്കെ തന്നെ നിലവിലുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങൾ
ഏകാധിപതികളെ വോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു നേതൃത്വത്തിൻ്റെ, കാസ്ട്രോയെ പോലുള്ള ഒരു നേതൃത്വത്തിൻ്റെ അഭാവം യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിടവുണ്ടാക്കുന്നുണ്ട്. കാരണം ഏത് തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവിലേക്കാണ് നാം ഭാവിയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്? വലിയ ഫോഴ്സസിനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നേരിടാനായിട്ടുള്ളത്, ആഗോളതലത്തിൽ തന്നെ നേരിടാനായിട്ടുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള സംഭാവനകളായിട്ടുള്ളൂ. എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധത മാത്രമല്ല, അത് ലാറ്റിൻ അമേരിക്കൻ ഡിക്റ്റേറ്റർഷിപ്പുകൾക്കെതിരെയുള്ള നിലപാട്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റൻഷനാണ് ഈ സാമ്രാജ്യത്വ വിരുദ്ധത. കാരണം ഈ ഡിക്റ്റേറ്റർഷിപ്പും ഇമ്പീരിയലിസവും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു ജനകീയമായിട്ടുള്ള ഇച്ഛയെ പ്രതിനിധീകരിക്കുക എന്നുള്ള, അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ക്യൂബയിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്, ക്യൂബയിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കം എന്നുള്ള നിലക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധത, സ്വേച്ഛാധിപത്യ വിരുദ്ധത എന്നുള്ള നെഗറ്റീവ് അർത്ഥത്തിൽ മാത്രമല്ലാതെ അത് നിർമ്മാണാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി, ഒരു ജനതയുടെ തന്നെ എംപവർമെൻറ്റ്, അതിന് ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലുമൊക്കെ നാം പറയുന്ന ക്യൂബ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നിർമ്മാണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും, ഞങ്ങൾ ഗറില്ല യുദ്ധത്തിന് നേതൃത്വം കൊടുത്തവർ മാത്രമല്ല, രാഷ്ട്രം ഭരിക്കാൻ അറിയാം, ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തി പട്ടിണി, ഇപ്പോൾ അമേരിക്കൻ ഈ ഉപരോധത്തിൻ്റെ ഫലമായി അനുഭവിച്ചിട്ടുള്ള കെടുതികൾ വളരെ വലുതാണ്. പക്ഷെ അതിനകത്ത് ഒക്കെ തന്നെ ആത്മാഭിമാനത്തോടുകൂടി ഒരു ജനതയെ നിർത്താനും അതിലൂടെ നിർമ്മാണാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് അവരെ തിരിച്ചുവിടാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയനൊക്കെ തകർന്ന ഒരു സമയം നാം ആലോചിക്കണം. ഇതുമാതിരിയുള്ള ഒരു ചെറിയ രാജ്യത്തിന്, സോവിയറ്റ് യൂണിയൻ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഇക്കോണമി കൂടിയായിരുന്നു. അതിൽ നിന്നും അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അത്തരം വലിയ ലോക സംഭവ വികാസങ്ങൾ മറികടന്നുകൊണ്ട് നിലനിൽക്കുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാസ്ട്രോയുടെ ജീവിതത്തിൻ്റെ വലിയൊരു 90 വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ ആ വലിയ ഒരു ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നാം കാണുന്നത് പ്രധാനപ്പെട്ട ചില മൈൽ സ്റ്റോൺസ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും ചരിത്രത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ വളരെ പ്രസക്തവുമാണ് എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇപ്പോൾ MP രാജേഷും ഡോക്ടർ രാമകൃഷ്ണനും ചൂണ്ടിക്കാട്ടിയ കാസ്ട്രോ, ക്യൂബ എന്നുള്ള ആ ഒരു സന്ദേശം, ആ മാതൃക ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം, കേരളീയർ പ്രത്യേകിച്ചും. താങ്കളുടെ ഓർമ്മയിൽ ഫിഡൽ കാസ്ട്രോ എങ്ങനെ ഓർക്കണം നമ്മുടെ ഈ നാട്? ഫിഡൽ കാസ്ട്രോ എന്നും ഇന്ത്യയുടെ ഒരു സുഹൃത്തായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി രംഗത്ത് വന്ന അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചേരിയുടെ വാക്താവ് നിന്നിരുന്നെങ്കിൽ പോലും ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നായകത്വം ഇന്ത്യ വഹിച്ചിരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ശക്തമായി അതിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമായി ക്യൂബ മാറിയിരുന്നു. അതിന് പ്രധാന കാരണം ഫിഡൽ കാസ്ട്രോ ആയിരുന്നു. മാത്രമല്ല, ഇന്ത്യ ഭരിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു മുതൽ എല്ലാ ഭരണാധികാരികളുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്യൂബയുടെ സാന്നിധ്യം ഉറപ്പാക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ 2 തവണ വന്നപ്പോഴും അദ്ദേഹം ഏറ്റവും ഉറ്റബന്ധം പുലർത്തിയിരുന്നത് ഇന്ത്യയുമായിട്ടായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി 1 തവണ സഹോദരി എന്ന് പരസ്യമായി അഭിസംബോധന ചെയ്യുകയും ഒരു ഘട്ടത്തിൽ ആലിംഗനം ചെയ്ത ഒരു ചിത്രം ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സഹോദരതുല്യമായി സ്നേഹിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ക്യൂബ അമേരിക്കയുടെ ഉപരോധത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അതിശക്തമായി മുന്നേറിയപ്പോഴും വ്യാവസായികമായും കാർഷികമായും ആരോഗ്യമായും പരമായും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായും എല്ലാം നേട്ടങ്ങൾ നേടിയപ്പോഴും
ചില സന്ദർഭങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ, ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ സഹായഹസ്തവുമായി എത്തിയത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, പ്രത്യേകിച്ച് CPIM ആണ്. ഞാൻ ഓർക്കുന്നു, ഏതാണ്ട് 90കളിലാണെന്ന് തോന്നുന്നു, ഈ ക്യൂബയിലേക്ക് ഒരു കപ്പൽ നിറയെ ഭക്ഷ്യ വസ്തുക്കളുമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അങ്ങോട്ട് പോയ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ പലതലത്തിൽ ഇന്ത്യയുമായി സൗഹൃദം പുലർത്തിയിരുന്ന ഒരാളെന്ന നിലയിൽ ഇന്ത്യൻ സാമ്പത്തിക നയവുമായി അദ്ദേഹത്തിനും ബന്ധമുണ്ട്. ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്ത പല നയങ്ങളും സോവിയറ്റ് യൂണിയൻ കടമെടുത്തതാണെങ്കിൽ അതിൽ നിന്ന് സമാനമായ ഏറെക്കുറെ വ്യവസായവൽക്കരണം, വ്യവസായ ദേശസാൽക്കരണം, രാഷ്ട്രത്തിൻ്റെ ഉടമയിൽ സമ്പത്ത് കൊണ്ടുവരിക എന്നുള്ളതും ഒപ്പം തന്നെ ജനകീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നമ്മുടെ കേരളം നിൽക്കുന്നെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഒരു നിലയിലേക്കുള്ള വിദ്യാഭ്യാസ പുരോഗതി നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി കേരള മോഡൽ വികസനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും ഏറ്റവും അധികമുള്ള ഗ്രാമീണ തലം വരെ വൈദ്യസഹായം എത്തിക്കുന്ന ഒരു തലത്തിൽ ഇതിൽ ഏറ്റവും അധികം സഹായിച്ചത് ചെഗുവരയാണ്. ചെഗുവര ഒരു ഡോക്ടറായിരുന്നെങ്കിലും അദ്ദേഹം ആദ്യകാലത്ത് ഫെഡറൽ കാസ്ട്രോവിനെ ബന്ധപ്പെട്ട വ്യവസായ മന്ത്രിയായിരുന്നു. പഞ്ചസാര മില്ലുകൾ ഉപയോഗിച്ച് വ്യവസായവൽക്കരണത്തിൻ്റെ പാത സൃഷ്ടിച്ചത് ചെഗുവരയാണ്. അതേസമയം ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമൂഹ്യക്ഷേമ പദ്ധതികളിലുമെല്ലാം ചെഗുവരയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ചെഗുവര ബൊളീവിയൻ കാടുകളിൽ വിപ്ലവം നയിക്കാൻ പോകുന്ന വരെയുള്ള കാലഘട്ടത്തിൽ അവർ തന്നെ കൂട്ടുനേതൃത്വമായിരുന്നു. അപ്പോൾ സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് അടിത്തറയുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് ലക്ഷ്യത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറുന്നതോടൊപ്പം തന്നെ സോഷ്യലിസത്തോട് ആത്മാർപ്പണം ചെയ്യുന്ന തരത്തിൽ ഇന്ത്യ ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചിരുന്ന, ഇന്ത്യയിൽ നിന്നൊക്കെ മാറിപ്പോയി, ആ ഒരു ആത്മാർപ്പണം ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഫെഡറൽ കാസ്റ്റ് അധികാരത്തിൽ വരുന്ന 59ലാണ്. യഥാർത്ഥത്തിൽ 50കളിലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും നമ്മുടെ കേരളം പോലെയുള്ള അല്ലെങ്കിൽ തെലങ്കാനയിലും ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില വിപ്ലവത്തിൻ്റെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്നത്. കേരളത്തിൽ 1956 ഈ കേരളത്തിൽ ഐക്യകേരള പിറവി ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ഈ ക്യൂബയിലെ വിപ്ലവം ഉണ്ടാകുന്നത്. പക്ഷേ ആ വർഷം കഴിഞ്ഞ് 57 കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷി ബാലറ്റോടെ അധികാരത്തിൽ വന്നു. ബാലറ്റോടെ വിപ്ലവത്തെ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം കാർഷിക പരിഷ്കരണമായിരുന്നു. അതേസമയം ക്യൂബയിലെ ഫെഡറൽ കാസ്ട്രോയുടെ മുദ്രാവാക്യവും കാർഷിക പരിഷ്കരണമായിരുന്നു. അവിടെ മർദ്ദിതരും ചൂഷിതരുമായ ജനങ്ങളുടെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള കാർഷിക ജന്മിത്വം നിലനിന്നപ്പോൾ അത്തരമൊരു ജന്മിത്വത്തെ നിയമനിർമ്മാണത്തിലൂടെ തകർക്കാനാണ് കേരളത്തിൽ EMS ഗവൺമെൻറ് ശ്രമിച്ചത്. ആ EMS ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിച്ച CIA അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്തിൽ തന്നെയാണ് ഫെഡറൽ കാസ്ട്രോയ്ക്കെതിരെയും ഉപരോധം സൃഷ്ടിച്ചത്. പക്ഷേ 59 ഒരു പ്രതിവിപ്ലവത്തിലൂടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അട്ടിമറിക്കാൻ CIAയ്ക്കും അമേരിക്കൻ സാമ്രാജ്യത്തിന് കഴിഞ്ഞെങ്കിൽ അവരുടെ കണ്ണിലെ കരടായിരുന്ന ക്യൂബയിൽ വിപ്ലവത്തിലൂടെ അവരുടെ സഹയാത്രികനായിരുന്ന അവർ സുഹൃത്തായിരുന്ന ബാസിസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ക്യൂബൻ വിപ്ലവം ഉണ്ടാക്കിയതും 59ലാണെന്നത് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ്. അങ്ങനെ കേരളവും ഇന്ത്യയുമായി വെച്ച് നോക്കുമ്പോൾ ധാരാളം ചരിത്ര സമാനതകളും ആശയ സമാനതകളും ഉണ്ട്. കേരളത്തിൽ സ്റ്റഡി ക്ലാസ്സിലൂടെയും സാംസ്കാരിക നവോത്ഥാനത്തിലൂടെയൊക്കെ ആശയപ്രചരണത്തിൻ്റെ കാര്യത്തിൽ എടുത്ത പോലെ തന്നെ വായനാപരമായ കാര്യങ്ങളിൽ ഒക്കെ ഒരു വിപ്ലവം നടന്നതുപോലെ തന്നെ ഫെഡറൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ 59 കാലഘട്ടം വിപ്ലവത്തിൻ്റെ ഭാഗമായും വിപ്ലവാനന്തര ക്യൂബയിലും ഒക്കെ ആശയസമരത്തിന് വേണ്ടിയുള്ള വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, അങ്ങനെയുള്ള ധാരാളം സാധ്യതകൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം സമാനതകൾ കാണാൻ കഴിയും. അതുകൊണ്ട് കേരളവും ഇന്ത്യയും ക്യൂബയും ഫെഡറൽ കാസ്ട്രോയും ഇന്ത്യയിൽ നേതൃത്വവും പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയെ പോലുള്ള നേതാക്കന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടേറെ സമാനതകൾ കാണാൻ കഴിയുമെന്നുള്ളത് ഒരു ചരിത്രത്തിൻ്റെ ഇടകളിൽ കൂടി നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം. യെസ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്കും ശ്രീ സത്യനിലേക്കും വരുന്നതിന് മുമ്പ് രാജേഷ് അത് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്ക് എത്താം. ശ്രീ രാജേഷ്, താങ്കൾക്ക് കേൾക്കാമോ? യെസ് രാജേഷ്, ഈ ക്യൂബയുമായി കേരളത്തിനുള്ള ബന്ധം, ഈ സറ്റൈറിക്കലായി നമ്മൾ ക്യൂബ മുകുന്ദനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ ക്യൂബ അത്രമാത്രം മലയാളത്തിലെ പുതിയ തലമുറയെ പ്രത്യേകിച്ചും ആകർഷിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഫിഡൽ കാസ്ട്രോ അങ്ങനെയാണ്, ചെഗുവേര അങ്ങനെയാണ്. ഓരോരുത്തരുടെയും ഞരമ്പുകളിൽ ഇവരൊക്കെ ഉണ്ട്. പലരുടെയും വിപ്ലവ ആശയങ്ങളെ സ്വീകരിക്കുന്ന പല ചെറുപ്പക്കാരുടെയും. അവിടെ അവർക്ക് മുന്നിൽ ഇതാണ് ക്യൂബ ഏറ്റവും ശ്രദ്ധേയമായി മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം, ഒരു സിദ്ധാന്തം, പ്രയോഗതലത്തിൽ ഈ കാലഘട്ടത്തിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വയ്ക്കാൻ എന്താണ് സാധിക്കുക? ക്യൂബ കേരളത്തുമായിട്ട് പുലർത്തുന്ന സമാനതകളെക്കുറിച്ചൊക്കെ ഇവിടെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. ശരിയാണ്.
59 അവിടെ വിപ്ലവത്തിലൂടെ കാസ്ട്രോ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള EMS അധികാരത്തിൽ വന്നു. 59 തന്നെയാണ് വിമോചന സമരം എന്ന പ്രതിവിപ്ലവത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രതിവിപ്ലവ സ്വഭാവമുള്ള സമരത്തിലൂടെ അതിനെ അട്ടിമറിക്കുന്നത്. അത്തരം സമാനതകളുണ്ട്. കേരളത്തിൽ എന്നല്ല ലോകത്തെല്ലായിടത്തും വിമോചനത്തിന് വേണ്ടി പൊരുതുന്ന, നീതിക്ക് വേണ്ടി, നീതിയുക്തമായ സമൂഹത്തിന് വേണ്ടി, സമത്വാധിഷ്ഠിതമായ വ്യവസ്ഥയ്ക്ക് വേണ്ടി പൊരുതുന്ന മനുഷ്യരുടെ എല്ലാം പ്രചോദനമാണ് ക്യൂബയും കാസ്ട്രോയും ചെഗുവേരയും എല്ലാം. ക്യൂബ എന്താണ് ലോകത്തിന് മുമ്പിൽ ഉയർത്തുന്ന ഒരു മാതൃക എന്ന് ചോദിച്ചാൽ, മുന്നോട്ട് വെക്കുന്ന ഒരു മാതൃക എന്ന് ചോദിച്ചാൽ, ആഗോളവൽക്കരണത്തിന് എതിരായിട്ടുള്ള ഒരു ബദൽ ഇന്നത്തെ ലോകത്തിൻ്റെ ഈ മൂലധനാധിപത്യത്തിന് ഇടയിലും ഒരു ബദൽ സാധ്യമാണ് എന്ന് തെളിയിച്ച രാജ്യമാണ് ക്യൂബ. അതാണ് ഇന്ന് ക്യൂബ ലോകത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകാ സന്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിപ്ലവത്തെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്രാജ്യത്വ ശക്തിയുമായിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടി പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാനാവുമെന്നും ഒരു പുതിയ സമൂഹത്തെ നിർമ്മിക്കാനാവുമെന്നും ക്യൂബ തെളിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് മൂലധനത്തിൻ്റെ ദേശാതിർത്തികൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു അക്രമാസക്തമായിട്ടുള്ള അധിനിവേശത്തിൻ്റെ കാലത്തും ഒരു പ്രതിരോധം സാധ്യമാണ്. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. ടിന എന്ന് പറയുന്ന പ്രതിഭാസത്തിനെതിരെ സോഷ്യലിസം ഇസ് ദ ആൾട്ടർനേറ്റീവ് എന്ന് ക്യൂബ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നത് തന്നെയാണ് ക്യൂബ നൽകുന്ന സന്ദേശം. യെസ്, സോഷ്യലിസമാണ് ബദൽ എന്ന് ക്യൂബ തെളിയിച്ചു. അതിൽ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള സമീപനം കാസ്ട്രോയുടെയും അതിനുശേഷം റൗളിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ക്യൂബൻ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ സാമ്രാജ്യത്വ വിരോധം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഉപരോധത്തിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ക്യൂബ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടത്. അതുവരെ സോവിയറ്റ് സഹായമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനെ ആശ്രയിച്ച എക്കോണമിയായിരുന്നു, വല്ലാതെ ആശ്രയിച്ചിരുന്ന എക്കോണമിയായിരുന്നു, പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാം കാര്യത്തിൽ ക്യൂബയുടേത്. എന്നാൽ 90കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ക്യൂബയും ഒപ്പം തകർന്നു പോകുമെന്ന് കരുതിയെങ്കിലും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതാണ്, കാസ്ട്രോയുടെ നേതൃത്വത്തിൻ്റെ അസാധാരണമായിട്ടുള്ള ശേഷി എന്നുള്ളത്. അതാണ് സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും സോഷ്യലിസ്റ്റ് ചേരി കിഴക്കൻ യൂറോപ്പിൽ തകർന്നടിഞ്ഞിട്ടും അമേരിക്കയുടെ മൂക്കിന് താഴെ നിന്ന് ക്യൂബ സോഷ്യലിസത്തെ ഉപേക്ഷിക്കാതെ വിപ്ലവപാതയിൽ മുന്നോട്ട് പോയി എന്നതാണ്. അത് സാധ്യമായത് എങ്ങനെയാണ്? പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ സജ്ജമാക്കാനും ക്യൂബൻ സമ്പദ് വ്യവസ്ഥയെയും ക്യൂബയുടെ സാമൂഹിക സാഹചര്യങ്ങളെയും എല്ലാം അതിനനുസരിച്ച് പുതുക്കിപ്പണിയാൻ കാസ്ട്രോയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. അതിനുള്ള നേതൃത്വ ശേഷിയും അതുപോലെ ദീർഘവീക്ഷണവും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. വലിയ തോതിൽ ക്യൂബ ബുദ്ധിമുട്ടിയത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതുപോലെ വാഹനങ്ങളും വ്യാപാര ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങളും ഒന്നുമില്ലാതെയാണ്. വളരെ പഴഞ്ചൻ വാഹനങ്ങൾ ആയിരുന്നു ക്യൂബ ഈ ഉപരോധ കാലത്ത് മുഴുവൻ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഉപയോഗിക്കേണ്ടി വന്നിരുന്നത്. അതിന് മുമ്പ് സോവിയറ്റ് യൂണിയനിലായിരുന്നു ഇതൊക്കെ ഇറക്കുമതി ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് കാസ്ട്രോ ആഹ്വാനം ചെയ്തത് സൈക്കിളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മാസ് ക്യാമ്പയിനായിട്ട് തന്നെ അത് മാറി. ഇപ്പോൾ കൗതുകകരമായിട്ടുള്ള കാര്യം, ഇന്ന് ലോകത്തെ വികസിത മുതലാളിത്ത രാജ്യങ്ങളെല്ലാം ജനങ്ങളെ ഉപദേശിക്കുന്നത് സൈക്കിൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടുന്നതിന്. നിങ്ങൾക്ക് പാരീസിലോ ലണ്ടനിലോ ഏത് യൂറോപ്യൻ നഗരത്തിലോ പോയി കഴിഞ്ഞാൽ പ്രത്യേകമായ സൈക്കിൾ യാത്രക്കാർക്കുള്ള സൈക്കിൾ വേകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കി, 90കളിൽ അതിനെ നേരിട്ടത് ആ തരത്തിലാണ്. പെട്രോളിയം ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യാൻ വിദേശ നാണ്യ പ്രതിസന്ധി ക്യൂബ അഭിമുഖീകരിച്ചപ്പോൾ അതിന് കാസ്ട്രോ കണ്ടെത്തിയ മാർഗം ക്യൂബയുടെ പ്രൊഫഷണലുകൾ, ക്യൂബയുടെ ഡോക്ടർമാർ, അധ്യാപകർ ഇവരുടെ സേവനം പ്രതിഫലമായി കൊടുത്തുകൊണ്ടാണ് പലയിടത്തു നിന്നും, പ്രത്യേകിച്ച് വെനസ്വേല പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം പെട്രോളിയം ഇറക്കുമതി ചെയ്തത്, എണ്ണ ഇറക്കുമതി ചെയ്തത്. ആ നിലയിൽ സാമ്രാജ്യത്വത്തിൻ്റെ എല്ലാ ശ്രമങ്ങളെയും വളരെ സർഗാത്മകമായിട്ടുള്ള ബദലുകൾ കൊണ്ട് നേരിടുക എന്താണ് ചെയ്തത്. അല്ലാതെ കാസ്ട്രോ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗം നടത്തിയത് കൊണ്ട് മാത്രം ഒരാൾക്ക് അതിജീവിച്ച് പോകാനാവില്ല. ഈ ആഗോളവൽക്കരണത്തെ എങ്ങനെ നേരിടാം, എങ്ങനെ ബദൽ ഉയർത്താം എന്ന് ക്യൂബ തെളിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ. ആഗോളവൽക്കരണത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള വിശകലനങ്ങളിലൊന്ന് കാസ്ട്രോയുടേതാണ്. കാസ്ട്രോയാണ് ആദ്യം പറഞ്ഞത് വെറും ആഗോളവൽക്കരണം എന്നല്ല ഇതിനെ പറയേണ്ടത്, ആഗോളവൽക്കരണം എന്ന് മാത്രം പറഞ്ഞാൽ ഇതിന്റെ ശരിയായ രാഷ്ട്രീയ അർത്ഥം ലഭിക്കുകയില്ല. കാരക്കാസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ 2 പ്രഭാഷണങ്ങൾ, ഒന്ന് 7 മണിക്കൂർ മറ്റൊന്ന് 6 മണിക്കൂറുമാണ്. ആ 2 പ്രഭാഷണങ്ങൾ ചേർന്നതാണ് ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ കാസ്ട്രോ പറയുന്നുണ്ട്, ഇംപീരിയലിസ്റ്റ് ഗ്ലോബലൈസേഷൻ എന്ന് തന്നെ പറയണം. സാമ്രാജ്യത്വ ആഗോളവൽക്കരണം എന്ന് പറയുമ്പോഴേ ഈ ആഗോളവൽക്കരണത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ അർത്ഥവും സ്വഭാവവും
വ്യക്തമാവുകയുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആഗോളവൽക്കരണം ഒരു മഹത്തായ ആശയമാണ് എന്നും എന്നാൽ ഇവിടെ നടക്കുന്നത് സാമ്രാജ്യത്വ ആഗോളവൽക്കരണമാണ് എന്നും കാസ്ട്രോ ചൂണ്ടിക്കാണിച്ചതും ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്യൂബയുടെ അല്ലെങ്കിൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ 90കൾക്ക് ശേഷം ക്യൂബ ഉയർത്തിയ ഏറ്റവും വലിയ സന്ദേശം ഞാൻ കരുതുന്നത് ടിന എന്നതിനെതിരായി, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്ന വാദത്തിനെതിരായി സോഷ്യലിസം ഇസ് ദ ആൾട്ടർനേറ്റീവ്, സിത എന്ന ഒരു ബദൽ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. യെസ്, വളരെ നന്ദി ശ്രീ എം ബി രാജേഷ് ഈ സന്ദർഭത്തിൽ ചേർന്നതിന്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ക്ഷമിക്കുക അങ്ങയിലേക്ക് വരുന്നതിന് വൈകിയതിന്. ശ്രീ സത്യനും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഒരുപക്ഷെ എം ബി രാജേഷിനും ഒക്കെ ഈ ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയും ഒക്കെ അവരുടെ പ്രതാപ കാലഘട്ടത്തിലെ ചെയ്തികൾ പിന്നീട് പറഞ്ഞു കേട്ട പ്രസംഗങ്ങളിലൂടെ സ്വീകരിച്ച കഥകളും ഒക്കെ കൊടുത്ത ഊർജമാണുള്ളതെങ്കിൽ അങ്ങയെപ്പോലുള്ളവർ അതൊരുപക്ഷെ ആ കാലഘട്ടത്തിൽ നേരിട്ട് അനുഭവിക്കുക, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ തന്നെ ഈ ഗോളത്തിൻ്റെ മറുഭാഗത്തിരുന്നു കൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് പെരുമാറുക, പ്രവർത്തിക്കുക എന്നത് ചെയ്തവരാണ്. അതിന് പലതരം പ്രവൃത്തി പദത്തിലൂടെയൊക്കെ അങ്ങയെപ്പോലുള്ളവർ പോയിട്ടുമുണ്ടാകാം. എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ചെഗുവേരയും ഫിഡൽ കാസ്ട്രോയും ഉത്തേജിപ്പിച്ചത്? ദയവായി ക്ഷമിക്കുക ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ആ ശബ്ദത്തിൽ തടസ്സമുണ്ട് ഇപ്പോഴും. ശ്രീ പി പി സത്യൻ, ഇപ്പോൾ എം ബി രാജേഷ് പറഞ്ഞത് തന്നെയാണ്. ക്ഷമിക്കുക ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, പറഞ്ഞോളൂ, ഇപ്പോൾ ശരിയായിട്ടുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നത് ലെനിൻ്റെ കാലത്ത് മുന്നോട്ട് വെച്ച കൊളോണിയൽ തീസിസ്, കോളനി രാജ്യങ്ങളിലെ വിപ്ലവത്തെ സംബന്ധിച്ച സിദ്ധാന്തം 1945 കോളനി രാജ്യങ്ങൾ അപകോളനീകരണത്തിന് വിധേയമായപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഒട്ടുമിക്ക കോളനി രാജ്യങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലൊക്കെ വിമോചനത്തിലേക്ക് കുതിക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഈ കോളനി രാജ്യങ്ങളിൽ പുതിയ സ്വതന്ത്രമായി നിൽക്കുന്ന ഈ കോളനി രാജ്യങ്ങളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് തുള്ളുന്ന പാവ ഗവൺമെൻറ്റുകളെ ദേശീയ ഭരണകൂടങ്ങൾ എന്ന രീതിയിൽ അവരോധിക്കുന്നൊരു പ്രക്രിയ ഏറ്റവും തീവ്രമായി നടന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. ഈ ലാറ്റിൻ അമേരിക്കൻ യാഥാർത്ഥ്യങ്ങളാണ് ഹവാന സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന കാസ്ട്രോ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ് അമേരിക്കയുടെ പെപ്പറ്റായി സ്വേച്ഛാധിപത്യം നടപ്പാക്കുന്ന ബാറ്റിസ്റ്റ ഭരണകൂടത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവാസിയാകുന്നതും ഈ ഗ്രാൻമ ബോട്ടിൽ വലിയ സംഘടനകൾ, വലിയ രീതിയിലുള്ളൊരു മിലിറ്ററി, 82 പേരുള്ളൊരു മിലിറ്ററിയുമായിട്ട് ക്യൂബയിലേക്ക് തിരിച്ചു വന്ന് അവിടെ അധികാരം പിടിച്ചെടുക്കാനൊക്കെ കഴിയുന്നത്. 59 ക്യൂബൻ വിപ്ലവം ഞങ്ങളുടെ തലമുറയെ, കാസ്ട്രോവും ചെഗുവേരയൊക്കെ അടങ്ങുന്ന ഈ ക്യൂബൻ വിപ്ലവം ഞങ്ങളുടെ തലമുറയെ ആ കാലഘട്ടത്തിലെ വിപ്ലവം ആഗ്രഹിക്കുന്ന, ഇടതുപക്ഷ വിമോചനം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളെയും ആവേശഭരിതമാക്കിയ സംഭവമാണ്. കേരളത്തിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പൊതുവെ അവിശ്വാസമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ്റെ മുതലാളിത്ത പുനഃസ്ഥാപനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ അവിശ്വാസമുണ്ടാക്കാനുള്ള, സോഷ്യലിസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ചിന്താരംഗത്ത്, പ്രത്യേകിച്ച് സാഹിത്യത്തിൻ്റെ രംഗത്തൊക്കെ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്. 60കളുടെ അവസാനം 70കളും ആകുമ്പോൾ അസ്തിത്വവാദമടക്കമുള്ള ദർശനങ്ങൾ മലയാളി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം നേടുകയാണ്. സംഘടിതമായ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും വിശ്വാസം നഷ്ടപ്പെടുന്ന, അകർമ്മ്യതയുടെയും നിരാശയുടെയും മരണകാമനയുടെയൊക്കെ ആയിട്ടുള്ള ഒരു സൈദ്ധാന്തിക തലം പതുക്കെ സാഹിത്യത്തിലൂടെയൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തെ ഇടതുപക്ഷ വിമോചനം ആഗ്രഹിക്കുന്ന ആളുകൾ ക്യൂബയുടെയും കാസ്ട്രോവിൻ്റെയും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പൊതുവെ ഉയർന്നു വന്ന വിമോചന സമരങ്ങളുടെയൊക്കെ ആവേശകരമായ വാർത്തകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ് അതിനെ മറികടന്നിട്ടുള്ളത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ക്യൂബയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അത് കരീബിയയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും മുഴുവൻ രാജ്യങ്ങളിലും വിമോചനത്തിൻ്റെ തീ പടർത്തുകയാണ് ഉണ്ടായത്. ബൊളീവിയയിലേക്ക് ക്യൂബയിൽ ധനകാര്യ മന്ത്രിസ്ഥാനം വിട്ടെറിഞ്ഞുകൊണ്ടാണ് സഖാവ് ചെഗുവേരയെ പോകുന്നത്. ചെഗുവേരയുടെ അത്തരം ഫോക്കോ തിയറിയൊക്കെ അതിൻ്റെ ദൗർബല്യങ്ങളും പരിമിതികളൊക്കെ മറ്റൊരിടത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.
പക്ഷേ ചെറിയ ഗ്രൂപ്പുകൾ സൈനിക ദളങ്ങൾ ഉണ്ടാക്കി വിപ്ലവം പൂർത്തീകരിക്കാൻ കഴിയുമോ? സാമ്രാജ്യത്വത്തിൻ്റെ ഒരു അധിനിവേശ യുദ്ധത്തെ ബഹുജനങ്ങൾ അണിനിരത്താതെ അതിജീവിക്കാൻ കഴിയുമോ? ഈ വിഷയങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്താണ്, വിമോചനം ആഗ്രഹിക്കുന്ന ഒരു സിനിമയുടെ പേര് പോലെ ലാറ്റിൻ അമേരിക്കൻ സമൂഹത്തിൽ തീച്ചൂളകളുടെ മുഹൂർത്തം സൃഷ്ടിക്കുന്ന നിരവധി പോരാട്ടങ്ങൾക്ക് പ്രചോദനമാകിയത് ക്യൂബൻ വിപ്ലവവും കാസ്ട്രോ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ആവേശകരമായ അനുഭവങ്ങൾ, ഇപ്പോൾ ചിലിയിലാണെങ്കിൽ അലൻഡയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് വന്നപ്പോൾ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നടപടികൾ, ദേശാൽക്കരണം, ചെമ്പുകനികളുടെ ദേശാൽക്കരണം, ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തക നേരിട്ടിടപെട്ടുകൊണ്ടാണ് ചെമ്പുകനികളും വെടിയുപ്പേരുകളും ഒക്കെ ദേശാൽക്കരിച്ച അലൻഡയുടെ ഗവൺമെൻറ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. CIA ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ക്രൂരമായ, ലോകം ഏറ്റവും കൂടുതൽ വേദനിച്ച അട്ടിമറിയാണ് അലൻഡയ്ക്കെതിരെ നടന്നത്. അലൻഡയെ അട്ടിമറിച്ചു. ലോകപ്രസിദ്ധനായ കവി പാബ്ലോ നെരൂദയെ നിഷ്ഠൂരമായി കൊല ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം തന്നെ ലാറ്റിൻ അമേരിക്കയിലുടനീളം ആത്മവിശ്വാസത്തോടുകൂടി വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേരിടാൻ ഒരു രക്ഷാകർത്താവിനെ പോലെ ലാറ്റിൻ അമേരിക്കൻ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയത്, മാർഗദർശിയായി നിന്നത് കാസ്ട്രോ ആണ് എന്നുള്ളത് ആ കാലഘട്ടത്തെ ചരിത്രം പഠിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ MP രാജേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സൂചിപ്പിച്ചൊരു പ്രശ്നമുണ്ട്. ആഗോളവൽക്കരണ നയങ്ങൾ നമ്മുടെ ലോകത്ത് സോവിയറ്റ് യൂണിയൻ്റെ തിരോധാനത്തിന് ശേഷം, സോവിയറ്റ് യൂണിയൻ്റെ തിരോധനവും സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെ തിരോധാനവും ഒക്കെ തന്നെ ഇടതുപക്ഷ വിമോചന ശക്തികൾക്കിടയിൽ, സോഷ്യലിസ്റ്റ് ശക്തികൾക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. ആ നിരാശയുടെ കാലഘട്ടത്തെ, സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഇല്ലാതായ ഒരു സാർവദേശീയ സാഹചര്യത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിന് ലോകത്താകെ നേതൃത്വമായി മാറിയത് കാസ്ട്രോവിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളും ലേഖനങ്ങളുമാണ്. ഞങ്ങൾ ആഗോളവൽക്കരണത്തിൻ്റെ ആളുകളല്ല, ഇൻ്റർനാഷണലിസത്തിൻ്റെ ആളുകളാണ്. ആഗോളവൽക്കരണം സാമ്രാജ്യത്വത്തിൻ്റെ മൂലധന വ്യവസ്ഥയ്ക്ക് കീഴിൽ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തും വിഭവങ്ങളുമൊക്കെ തന്നെ ഉദ്ഘടിച്ചെടുക്കാനുള്ള മനുഷ്യത്വ വിരുദ്ധമായ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു അധിനിവേശ പ്രക്രിയയാണെന്ന് ലോകത്തോട് ഏറ്റവും ശക്തമായി കാസ്ട്രോ വിളിച്ചു പറഞ്ഞു. ഇടതുപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പോലും ആഗോളവൽക്കരണത്തെ, ഈ സാങ്കേതിക വിദ്യയുടെയൊക്കെ തന്നെ പുതിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വളർന്നു വരുന്ന മുതലാളിത്തത്തിൻ്റെ ഈ ആഗോളവൽക്കരണ പ്രക്രിയയെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ? അതിൻ്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൂടെ? ഹ്യൂമൻ ഫേസോടുകൂടിയുള്ള ഈ ആഗോളവൽക്കരണം നടപ്പാക്കിക്കൂടെ എന്നെല്ലാം ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ഇൻ്റർനാഷണലിസ്റ്റുകളാണ്, ഞങ്ങൾ ആഗോളവൽക്കരണവാദികളല്ല എന്ന് ലോകത്തോട് പറഞ്ഞത് ആഗോളവൽക്കരണം അമേരിക്കൻ മൂലധനത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് ലോകത്താകെയുള്ള ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തിനെ ഉദ്ഘടിക്കാനുള്ള ഫൈനാൻസ് മൂലധന താല്പര്യങ്ങളാണ്. അത് യുദ്ധത്തിലേക്കും നാശത്തിലേക്കും വിഭവദാരിദ്ര്യത്തിലേക്കുമാണ് ലോകത്തെ നയിക്കുക എന്ന തൻ്റെ ഗ്രാൻമയിലെ ലേഖനങ്ങളിലൂടെ, ആ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലൂടെയൊക്കെ തന്നെ ലോകത്തെ പഠിപ്പിക്കുകയാണ് കാസ്ട്രോ ചെയ്തത്. ഞാൻ തിരിച്ചു വരാം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ശ്രീ PP സത്യൻ, ഈ പറഞ്ഞതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഫിഡൽ കാസ്ട്രോ ലോകത്തെ വിവിധ വിഭാഗങ്ങളിലുള്ള മാർക്സിസ്റ്റുകൾക്ക്, സോഷ്യലിസ്റ്റുകൾക്ക് എന്തായിരുന്നു, എന്ത് മാതൃകയാണ് കാണിച്ചത്? ഈ യൂറോപ്പിലെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു തനി പകർപ്പ് ലാറ്റിൻ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുകയല്ലല്ലോ ഫിഡൽ കാസ്ട്രോ ചെയ്തത്. എങ്ങനെ വിശദീകരിക്കും താങ്കൾ അതിനെ? ഫിഡൽ കാസ്ട്രോയെ ക്യൂബയുടെ ഒരു രാഷ്ട്രത്തിൻ്റെ ദേശീയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ KT സൂചിപ്പിച്ചതുപോലെ ലെനിൻ്റെ കൊളോണിയൽ തിസിസിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധ അനന്തര കാലത്ത് മാർക്സിസത്തെ ലോക വീക്ഷണത്തിൽ, ലോകത്തിൻ്റെ വർത്തമാനകാല സാഹചര്യത്തിനനുസരിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല, ലോകത്താകെ തന്നെ വ്യാപിച്ചു നിൽക്കുന്ന മൂലധന അധിനിവേശത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മുഴുവൻ വിമോചിപ്പിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവ ചൈതന്യമുണ്ട്. നമ്മളതിനെ സാമ്പ്രദായിക തലത്തിൽ നിന്ന് വ്യത്യസ്തമായി കാണേണ്ടതുണ്ട്. തത്വശാസ്ത്രം, പ്രയോഗം എന്നുള്ള ആ ദ്വന്ദ്ങ്ങൾക്കപ്പുറത്ത് ലോകത്തിലുള്ള ഓരോ കൗമാരക്കാരനെയും ചെറുപ്പക്കാരനെയും വിമോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന തൊഴിലാളിയെയും കൃഷിക്കാരനെയും കർഷക തൊഴിലാളിയെയും എല്ലാം തന്നെ വിമോചനത്തിന് വേണ്ടി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന, ഭൂഖണ്ഡങ്ങളെ തുന്നിച്ചേർത്ത ഒരു സ്വപ്നങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും 23-ാമത്തെ വയസ്സിൽ മൊങ്കാദ എന്ന് പറയുന്ന ക്യൂബയിൽ അവിടെ നടത്തിയ ഒരു വിപ്ലവത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ലോകമെങ്ങുമുള്ള വിമോചനത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യരെ മുഴുവൻ തൊട്ടുണർത്തിയ, ഭൂഖണ്ഡങ്ങളെ തുന്നിച്ചേർത്ത വിപ്ലവകാരി എന്ന നിലയിൽ തന്നെ നമ്മൾ തുടങ്ങണം. അതിനുശേഷം അദ്ദേഹം എങ്ങനെ ക്യൂബയിൽ തൻ്റെ ഭരണ പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരായ ചെറുത്തുനിൽപ്പുകളും ഉണ്ടാക്കിയെന്ന് നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇതിഹാസ തുല്യമായ ജീവിതം എന്ന് പറയുന്നത്
ലോകമെങ്ങുമുള്ള ജനത അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു ധാർമ്മികമായ പിന്തുണയുണ്ട്. ഉദാഹരണത്തിന് അമേരിക്ക ഭരിച്ച 10 പ്രസിഡന്റുമാർ കാസ്ട്രോയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചു. അമേരിക്കയിലെ 10 പ്രസിഡന്റുമാർക്കെതിരായിട്ടാണ് അദ്ദേഹം തൻ്റെ പോരാട്ടങ്ങൾ നടത്തിയത്. 1963 ബേ ഓഫ് പിഗ്സ് സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ കൊച്ചു രാജ്യമായിട്ടുള്ള ക്യൂബയെ വളഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കാനുള്ള ശ്രമമായിരുന്നു. സാവലോർ അലൻഡയെ പുറത്താക്കി പിനോഷയുടെ ഭരണകൂടം ചിലിയിൽ സ്ഥാപിച്ചതുപോലെ ക്യൂബയിൽ ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമം കാസ്ട്രോക്കെതിരെ നടത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം തന്നെ അമ്പെ പരാജയപ്പെടുത്തുന്നു. സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ലോകത്ത് ഉദിച്ചു വരുന്നു. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി മാറി. കാരണം അമേരിക്ക മാർക്സ് സൂചിപ്പിച്ചതുപോലെ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതീകമാണ്. ലെനിൻ വികസിപ്പിച്ച ഇമ്പീരിയലിസം ഇസ് ദ ഹൈ സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥത്തിൽ മൂലധനത്തിന് എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ വ്യാപിപ്പിക്കുന്നതെന്നും സാമ്രാജ്യത്വം എന്ന് പറയുന്ന പ്രതിഭാസം ലോകമെങ്ങും, ഇതിപ്പോൾ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, മോഡിയുടെ ബ്ലാക്ക് മണി പ്രയോഗം എന്ന് പറയുന്നുണ്ടല്ലോ. മുതലാളിത്തം എന്ന് പറയുന്നത് തന്നെ കറുത്തതാണ്. ക്യാപിറ്റലിസം ഇറ്റ് സെൽഫ് ഈസ് ബ്ലാക്ക് മണി. മാർക്സ് മൂലധനത്തിൻ്റെ 3-ാം വാള്യത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ക്യാപിറ്റലിസം ഇൻ ദ ഏജ് ഓഫ് ഫിക്ടീഷ്യസ് ഫിനാൻസ് ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. ഫിനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫിക്ടീഷ്യസ് ആണ്, അയഥാർത്ഥമാണത്. അതായത് ആഗോളവൽക്കരണത്തെ എതിർക്കേണ്ടതില്ല, ഈ പറഞ്ഞ സാമ്രാജ്യത്വത്തിന്റെ ആഗോളവൽക്കരണം എന്നുള്ളതിനെയാണ് എതിർക്കേണ്ടത് എന്ന ക്യൂബൻ മാതൃക. അതാണ് ക്യൂബയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കാസ്ട്രോ എന്ന് പറയുന്ന ഒരു ക്യൂബൻ നാഷണാലിറ്റിയിൽ നിന്നുകൊണ്ടല്ല ഞാൻ അതിനെ കാണുന്നത്. കാസ്ട്രോ പോരാടിയത് ക്യൂബയ്ക്ക് വേണ്ടി മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ വിപ്ലവകാരികളും എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് പോരാടുന്നത്. ഇപ്പോൾ ചെഗുവേര നോക്കൂ, ചെഗുവേര ജനിച്ച രാജ്യത്തിന് വേണ്ടിയല്ല ചെഗുവേര പോരാടിയത്. ചെഗുവേര ജനിക്കാത്ത മറ്റൊരു രാജ്യത്തിന് വേണ്ടി, ക്യൂബയ്ക്ക് വേണ്ടി പോരാടുകയും ക്യൂബയിലെ ഒരു ഭരണാധികാരം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഭരണാധികാരത്തിൻ്റെയും ദേശീയതകളുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് സാർവദേശീയ തലത്തിൽ മാർക്സ് പറഞ്ഞതുപോലെ സാർവദേശീയ വീക്ഷണം. ഐറിഷ് വിപ്ലവം നടന്നപ്പോൾ 1916 തോന്നുന്നു, ഐറിഷ് ആഭ്യന്തര കലാപം അവിടെ അയർലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടന്നപ്പോൾ WB യേറ്റ്സിനെ പോലുള്ള മഹാകവികൾ ടെററിസ്റ്റ് എന്താ പറയുക, ടെറിഫിക് ബ്യൂട്ടി എന്ന് പറയുന്ന ഭീകരമായ സൗന്ദര്യം ജനിച്ചിരിക്കുന്നു എന്ന് വാഴ്ത്തിയിട്ടുള്ള 1916 ആ ഐറിഷ് കലാപം ഉണ്ടായ സമയത്ത്, അതിനു മുമ്പ് 1916 മാർക്സിൻ്റെ കാലഘട്ടത്തിൽ അയർലൻഡിൽ കലാപം ഉണ്ടായ സമയത്ത് മാർക്സ് അതിന് വിശേഷിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ ദേശീയതകളും സാർവദേശീയതകളും പരസ്പരം അടിത്തറകളായി, സൂപ്പർ സ്ട്രക്ചർ അല്ല ബേസ് സ്ട്രക്ചറായി മാറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാർവദേശീയ വിപ്ലവത്തിലാണ് ഫിഡൽ കാസ്ട്രോയും അഭിസംബോധന ചെയ്തത്. ഞാൻ വരാം ശ്രീ പി സത്യൻ. ഡോക്ടർ AK രാമകൃഷ്ണൻ, ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം മുഖവിലേക്ക് എടുക്കുമ്പോൾ തന്നെ കാസ്ട്രോയുടെ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ തലത്തിലുള്ള ഈ ഇമ്പീരിയലിസ്റ്റ് ഗ്ലോബലൈസേഷനെ എതിർക്കുന്നതോടൊപ്പം തന്നെ മതം, അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. വത്തിക്കാൻ എന്നാണ് വത്തിക്കാനിലേക്ക് ഒരു കറുത്ത പോപ്പ് എത്തുന്നത് എന്നുള്ളത് ആണ് ഫിഡൽ കാസ്ട്രോ കാത്തിരുന്ന ഒരു കാര്യം. ഈ അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റ് ആകുന്നതും വത്തിക്കാനിലെ ഒരു പോപ്പിന് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു സ്വീകാര്യതയും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അവിടെയൊക്കെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യൂബ വിജയിക്കുകയായിരുന്നു. ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു പോപ്പിനെ കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ ഭാഷ ആശയപ്രപഞ്ചവും കുറച്ചൊക്കെ മനസ്സിലാവുന്ന ഒരു പോപ്പിനെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഒബാമയുമായിട്ടുള്ള ക്യൂബയുടെ റാവലുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുന്നതിൽ ഈ പോപ്പാണ് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പോപ്പിൻ്റെ തന്നെ കാസ്ട്രോയെ സന്ദർശിക്കുന്ന രംഗവും നാം ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതോ വിധത്തിൽ അത് ലാറ്റിൻ അമേരിക്കയുടെ തന്നെ ഒരു
ലിബറേഷൻ തിയോളജിയുടെ ഒക്കെ പാരമ്പര്യവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ബൈബിളിനെ വായിക്കാൻ മാർക്സിസമൊക്കെ ഉപയോഗിക്കുന്ന രീതിയും ഒക്കെയായി ബന്ധപ്പെട്ടും കാണേണ്ടതായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് പറയാനുള്ളത്, ഒരു ജനങ്ങളുടെ നേതാവ് എന്നുള്ള നിലക്ക് പലപ്പോഴും അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പുറത്ത് അദ്ദേഹത്തിൻ്റെ കരിസ്മ നമ്മെ വലിയ തോതിൽ സ്വാധീനിക്കുമെങ്കിലും അത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ഈ നവലിബറൽ രീതിയിലുള്ള ഒരു ആഗോളവൽക്കരണം നടക്കുന്ന സമയത്ത് ക്യൂബൻ ജനതയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റ് ഇക്കോണമിയുടെ രീതിയിലേക്ക് പോകണമെന്നുള്ളത്. ഒരു സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, ജനങ്ങൾക്ക് സോഷ്യലിസം വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് ഇത് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിധത്തിൽ ഓപ്പണായിട്ട് ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ഒരു അത് വളരെ വ്യക്തമാക്കുന്നത് അദ്ദേഹം ആ ഒരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ക്യൂബൻ മാതൃക ഇനി വിജയിക്കില്ല എന്നും അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ അദ്ദേഹം തന്നെ പിന്നെ ഇടം കൊടുത്തിട്ടുള്ള മറ്റ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവകാരികൾക്കുമൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. ഒർട്ടേഗ സാന്തിനിസ്റ്റ ലീഡർ പരാജയപ്പെട്ട സമയത്ത്, ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആ സമയത്ത് കാസ്ട്രോയെ കാണാൻ പോയപ്പോൾ, നിങ്ങൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിൽ വലിയ ഒരു വിഷമം ഒർട്ടേഗയോട് കാണിക്കുകയുണ്ടായി. അപ്പോൾ ഒർട്ടേഗ പറഞ്ഞു, താങ്കളല്ലേ പഠിപ്പിച്ചത് ജനങ്ങളുടെ വാക്കാണ് ആത്യന്തികമായിട്ടുള്ള വാക്ക് എന്നത്. അത് പരാജയത്തിൽ ഏറ്റുവാങ്ങുക എന്നുള്ളതല്ലാതെ വീണ്ടും പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ പക്ഷെ പല ഈ യൂണിഫോം ഇട്ട ഒരു പാർട്ടിയുടെ തന്നെ ഏറ്റവും ഒറ്റ പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു സ്വേച്ഛാധിപതിയുടെ സ്വഭാവം കാണിക്കാവുന്ന ഒരു ഭരണാധികാരി ആയിരുന്നിട്ട് കൂടി ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ നല്ല സൂചനയാണ് ജനങ്ങൾക്ക് കൊടുത്തത് എന്ന് കൂടി പറയേണ്ടി വരില്ലേ? അതെ, അത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയിലുള്ള ഒരു ജനാധിപത്യ സങ്കല്പമാണ്. ആ സങ്കല്പം അമേരിക്കൻ ജനാധിപത്യ സങ്കല്പവും ഞാൻ നേരത്തെ പറഞ്ഞ സ്വേച്ഛാധിപതികളെ അധികാരത്തിലെത്തുന്ന വോട്ടിലൂടെ അധികാരത്തിലെത്തുന്ന ഒരു ജനാധിപത്യ സങ്കല്പത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടും. അതെ, നമ്മുടെയൊക്കെ നാട്ടിൽ കാണും. അതേ സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു വലിയ സ്ഥാനം യഥാർത്ഥത്തിൽ കുറേയൊക്കെ കാര്യങ്ങൾ സ്വന്തം തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതിന് ഇടം കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ അഭിപ്രായമാണ് ഇത് എന്ന് പറയുമ്പോഴും ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ക്യൂബയെ നിലനിർത്തുന്നതിന് ഉള്ള ശ്രമങ്ങൾ പലതും, ഇപ്പോൾ യൂറോപ്യൻ മൂലധനത്തെ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ഏതാണ്ട് ടൂറിസം സെക്ടറിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ, ഈ അമേരിക്കയ്ക്ക് അൾട്ടിമേറ്റായിട്ടുണ്ടായിരുന്ന വലിയ ഒരു പ്രശ്നവും അതായിരുന്നു. യൂറോപ്യൻ മൂലധനം നല്ലവണ്ണം ക്യൂബയിലേക്ക് കടന്നു വരുന്നു, അമേരിക്കൻ മൂലധന ശക്തികൾക്ക് ഇതിൽ വലിയ പരാജയമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള വലിയ സമ്മർദ്ദം ഒബാമയുടെയൊക്കെ മേലെ ഉണ്ടായിരുന്നു. സ്വന്തം തീരുമാനം യഥാർത്ഥത്തിൽ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള പരിശ്രമം കാസ്ട്രോ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതിൽ നാം ഉദ്ദേശിക്കുന്ന ചില ജനാധിപത്യ അംശങ്ങൾ ആയിരിക്കില്ല പലപ്പോഴും കാണുക. അതൊരു നേതാവിൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ടുള്ള, കരിസ്മ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനമാണ് എന്നും കാണാൻ ഞാൻ സമയത്തിൻ്റെ കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ചെറിയാൻ ഫിലിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഈ നമ്മുടെയൊക്കെ മാതൃക തന്നെയാണ് ഈ ഫിഡൽ കാസ്ട്രോ എന്ന ഒരു നേതാവ്. ആ കരിസ്മയാണെങ്കിൽ കൂടി ഒരു പ്രത്യയശാസ്ത്രത്തെ ഉപയോഗിച്ച് അമേരിക്കയെ പോലെ ഒരു രാജ്യത്തെ 90 മൈലിനപ്പുറമുള്ള അമേരിക്കയെ ഇങ്ങനെ മൂക്കിന് കീഴെ നിന്നുകൊണ്ട് നിലയ്ക്ക് നിർത്താൻ സാധിച്ചത്, ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്, അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അവിടെ മതവും രാഷ്ട്രീയവും ഒക്കെ ഒരു ജനതയുടെ മുമ്പിൽ താൻ വിചാരിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. താങ്കൾ എങ്ങനെ കാണും? ഒരു ഗറില്ല മോഡൽ സമരങ്ങളിലൂടെ ക്യൂബയിൽ അധികാരം പിടിച്ചെടുത്ത
അവിടുത്തെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് ജനകീയ ഭരണക്രമം കൊണ്ടുവന്ന, വേണമെങ്കിൽ ക്യൂബൻ ദേശീയതയുടെ പ്രതീകമായി വന്ന ഫിഡൽ കാസ്ട്രോ ക്രമേണ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പ്രതീകമായി മാറുകയായിരുന്നു. അവിടെ അദ്ദേഹം വിശ്വപൗരനായി വളരുകയാണ് ചെയ്തത്. ക്യൂബൻ ദേശീയതയിൽ നിന്ന് സാർവദേശീയതയിലേക്കുള്ള വളർച്ചയാണ് ഫിഡൽ കാസ്ട്രോ എന്ന വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അമേരിക്കയുടെ 10 പ്രസിഡന്റുമാരുമായി എതിരിട്ട് അവരുടെ ഉപരോധത്തെയും പലതവണ അദ്ദേഹത്തെ വധിക്കാനുള്ള CIA ശ്രമങ്ങളെല്ലാം അതിജീവിച്ചു വന്ന ഒരാളെന്ന നിലയിൽ അമേരിക്കയുടെ കഴിഞ്ഞ പ്രസിഡന്റ് ഒബാമ ക്യൂബൻ മണ്ണിൽ തന്നെ വരുന്ന അവസ്ഥയുണ്ടായത് ഒരു സഹവർത്തിത്വത്തിൻ്റെ പാതയാണ്. അതേസമയം ട്രംപ് വന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. എങ്കിൽ പോലും ഒബാമ സ്വീകരിച്ച നയം തന്നെ ട്രംപ് സ്വീകരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. കുറേ കൂടി കടുത്ത സാമ്രാജ്യത്വത്തിലേക്ക് പോകുന്ന ഒരു പാത അദ്ദേഹം സ്വീകരിക്കാനാണ് കൂടുതൽ സാധ്യത. അതേസമയം ആഗോള രംഗത്ത് കണ്ടുവരുന്ന പുത്തൻ സാധ്യതകളിൽ സോഷ്യലിസത്തിൻ്റെ പ്രസക്തി അടിയുറപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ ഫിഡൽ കാസ്ട്രോയുടെ സമീപനങ്ങൾ അവസാന ഘട്ടത്തിലും വളരെ വിശ്വോത്തരമായി പ്രശസ്തി നേടിയിട്ടുണ്ട്. കാരണം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു, ഈ മുതലാളിത്തത്തിന് അടിയറ വെച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ലോക സാമ്പത്തിക ക്രമം രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സോഷ്യലിസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പോലും അതിൻ്റെ ഒരു ചിന്ത വളർത്തുന്നതിൽ ക്യൂബൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അതേസമയം ഈ മതപരവുമായി വളരെ ബന്ധപ്പെട്ട, അതായത് ഈ പലപ്പോഴും ഈ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന് വിരുദ്ധമായ നിലപാടാണ് പലപ്പോഴും മതശക്തികൾ സ്വീകരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ. ജോൺ പോൾ മാർപ്പാപ്പയെ ക്യൂബയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ആളാണ് നമ്മുടെ ഫിഡൽ കാസ്ട്രോ. ബെനഡിക്ട് രണ്ടാമൻ്റെ കാലത്താണ് അമേരിക്ക ഉപരോധത്തിനെതിരായിട്ട് കത്തോലിക്ക സഭ ഒരു നിലപാട് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ ലാറ്റിൻ അമേരിക്കക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്യൂബയോടുള്ള സൗഹൃദം മാത്രമല്ല, കമ്മ്യൂണിസം എന്ന് പറയുന്നതും അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്നതും സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അത്തരം ഒരു പ്രത്യയശാസ്ത്രത്തോട് തന്നെ പ്രാമുഖ്യം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു കാലഘട്ടം മുഴുവൻ ക്യൂബയുടെ ഭരണാധികാരി എന്നതിനേക്കാളേറെ ചെറിയ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന നിലയിലും സാർവദേശീയ നായകൻ എന്ന നിലയിലും വിശ്വപൗരൻ എന്ന നിലയിലുമൊക്കെ സോഷ്യലിസത്തിൻ്റെയും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെയും അടിച്ചമർത്തപ്പെടുന്ന രാജ്യങ്ങളുടെയും എല്ലാം പ്രതീകമായി മാറാൻ ഫിഡൽ കാസ്ട്രോ സാധിച്ചിട്ടുണ്ട്. ഫിഡൽ കാസ്ട്രോ ആ നിലയിലാണ് ചരിത്രത്തിന് മുമ്പിൽ ഇന്ന് തെളിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നാളെ നമ്മൾ ഫിഡൽ കാസ്ട്രോയെ സ്മരിക്കുമ്പോൾ ഒരു പുതിയ നവയുഗ ക്രമത്തിൽ സോഷ്യലിസത്തിൻ്റെയും മതത്തെ അദ്ദേഹം നിഷേധിക്കുന്നില്ല, മതവിശ്വാസി അല്ലെങ്കിൽ പോലും മതാത്മകമായ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും മതത്തിൻ്റെ സ്വാധീനം ഇന്ന് ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. ആ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ കൂടി പ്രസക്തി കൊണ്ടുവന്ന് അത്തരം ആളുകളെ കൂടി പാവപ്പെട്ടവൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരിക എന്ന ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതീകമായി തന്നെ നമുക്ക് ഇറക്കാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ക്യൂബ ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്ത് തന്നെ എന്ത് പ്രതിസന്ധി അതിജീവിച്ചാണ് മുന്നോട്ട് പോയതെന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ക്യൂബ മാത്രമാണ് ഒരു മാതൃകയായത്. ഫിഡൽ കാസ്ട്രോ ആണ് ഒരു ധൈര്യമായത്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ അമേരിക്കൻ വിരുദ്ധതയ്ക്കും സാമ്രാജ്യത്വ വിരുദ്ധതയ്ക്കും ഒക്കെ ഒരു നേതൃത്വം, നടുനായകത്വം എന്ന് പറയുന്നത്. അവിടെ പക്ഷേ ഒരു പ്രത്യയശാസ്ത്രത്തെ വെച്ച് മുന്നോട്ട് പോകുമ്പോഴും മാർക്കറ്റ് ഇക്കോണമിയുടെ സമ്മർദ്ദം, അതാണ് ഡോക്ടർ രാമകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്, അതൊക്കെ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം അവിടെ നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടെങ്ങനെ, ആരാണ് ഈ നേരത്തെ MP രാജേഷ് ചൂണ്ടിക്കാട്ടിയ സോഷ്യലിസം ഇസ് ദി ആൾട്ടർനേറ്റീവ്, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നവർക്ക് ഉത്തരം ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഇനിയുള്ള ഊർജം, ആരേറ്റെടുക്കും ഫിഡൽ കാസ്ട്രോയുടെ ഈ വിടവ്? സഖാവ് ഫിഡലിൻ്റെ വിടവ് തന്നെയാണ്. പക്ഷേ നമ്മൾ ചരിത്രത്തെയും സമൂഹത്തിൻ്റെ വികാസ നിയമത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളെന്ന നിലക്ക് ഫിഡൽ മുന്നോട്ട് വെച്ച ആശയസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ലാറ്റിൻ അമേരിക്കയും പ്രത്യേകിച്ച് ക്യൂബയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഫിഡൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ക്യൂബൻ മാതൃക ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ക്യൂബ ഉൾക്കൊള്ളുന്ന കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. അതൊരു ബദൽ രാഷ്ട്രീയ ശക്തിയായ നിയോലിബർ നയങ്ങളെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് വളർന്നു വികസിക്കണം. ആ ദിശയിൽ പ്രത്യേകിച്ച് അദ്ദേഹം 90കളുടെ പകുതിക്ക് ശേഷം ചിയാപ്പസ് കലാപം ആഗോളവൽക്കരണത്തിനായിട്ടുള്ള വലിയൊരു പ്രതിരോധമായിരുന്നു. അതേപോലെ തന്നെ സിയാറ്റിനിലെ WTO സമ്മേളനത്തിനെതിരായിട്ട് നടന്ന പ്രതിരോധം. ഈ രണ്ട് പ്രതിരോധങ്ങളുടെയൊക്കെ അനുഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഇത്തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾക്ക് മാത്രം ഈ നിയോലിബറൽസ് സാമ്രാജ്യത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ടെന്താണ് ഈ സോഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ തിരോധനത്തിന് ശേഷം പിരിച്ചുവിടപ്പെട്ട സാർവദേശീയ ട്രേഡ് യൂണിയനുകൾ WFTO അടക്കം പുനഃസംഘടിപ്പിക്കണം. അങ്ങനെ കാസ്ട്രോവിൻ്റെ മാർഗനിർദ്ദേശമനുസരിച്ച്
അദ്ദേഹം ഗ്രാൻമയിലൂടെ വിശകലനം ചെയ്ത് അവതരിപ്പിച്ച പരിപ്രേക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 95 ലോകത്തെമ്പാടുമുള്ള ട്രേഡ് യൂണിയനുകളുടെ ഒരു ഫെഡറേഷൻ, വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ്റെ സമ്മേളനം ഹവാനയിൽ വിളിച്ചു ചേർക്കുന്നത്. ഇന്ന് സാർവദേശീയ തലത്തിൽ നിയോ ലിബറലിസം ഏൽപ്പിക്കുന്ന വാദങ്ങൾക്കെതിരായിട്ട് യൂറോപ്പിലാകെ പണിമുടക്കുകളും പ്രക്ഷോഭങ്ങളും നടത്തുന്നത്, ഗ്രീസിൽ സിരിസ പോലുള്ള ഒരു സർക്കാരിന് അധികാരത്തിൽ വരാൻ കഴിയുന്നത്, ഇതെല്ലാം തന്നെ എന്താണ് 95 കാസ്ട്രോ കാണിച്ചു കൊടുത്തൊരു വഴിയിലൂടെ സാർവദേശീയ തലത്തിൽ മൂലധനത്തിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്ന, അതിനെ പ്രതിരോധിക്കാൻ മൂലധനത്തിൻ്റെ ഉൽപ്പാദന വ്യവസ്ഥയുടെ തന്നെ മർമ്മസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വർഗം എന്ന നിലക്ക് തൊഴിലാളി വർഗത്തിൻ്റെ സംഘാടനത്തെ അദ്ദേഹം പ്രധാനമായി കണ്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, പിന്നോക്കം നിൽക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കർഷക സമൂഹം, മധ്യവർഗ സമൂഹം, ഇവരെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബദലിൻ്റെ പ്രസക്തി, ആ നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് വെനിസ്വല തൊട്ട് 12ഓളം വരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായി സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഡോക്ടർ രാമകൃഷ്ണൻ ഒരു 30 സെക്കൻഡിൽ അങ്ങ് മറുപടി പറയണം. സമയം കഴിഞ്ഞു. എന്നാലും ഞാനിത് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദയവായി എന്നോട് ശ്രീ സത്യൻ ക്ഷമിക്കുകയും ചെയ്യണം. ഡോക്ടർ രാമകൃഷ്ണൻ, അതായത് ട്രംപ് വന്നിരിക്കുന്നു, അമേരിക്കയിൽ ക്യൂബയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ തലമുറ അവിടെ ചെറിയ ആഘോഷത്തിലാണെങ്കിലും ആഘോഷത്തിലാണ്. ട്രംപിൻ്റെ സ്വഭാവം നേരത്തെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ആശങ്കപ്പെടുന്നത് നമ്മൾ കണ്ടു. ഈ പറയുന്ന സമ്മർദ്ദമുണ്ട് ഇനി ആര് എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് സൂചന? അങ്ങനെ കാസ്ട്രോക്ക് പകരം ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ആഗോള ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രംഗത്തുനിന്ന് വിട്ടുപോകുന്ന ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോകത്ത് വലതുപക്ഷം വലിയ ശക്തി പ്രാപിക്കുന്ന ഒരു സമയത്ത് നിശ്ചയമായും വ്യത്യസ്ത രീതിയിൽ ജനങ്ങൾ ഒന്നിച്ചു ചേരേണ്ടുന്ന പുതിയ സോളിഡാരിറ്റീസ് ഉണ്ടാക്കേണ്ടുന്ന ആവശ്യമുണ്ട് എന്നുള്ളത്, അത് ഈ വിടവിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ അത്തരം പുതിയ അന്യോന്യതകൾ സൃഷ്ടിക്കാൻ സാധിക്കും, അതിലൂടെ എങ്ങനെ ഈ വലതുപക്ഷത്ത് ചേർക്കാൻ സാധിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാസ്ട്രോയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം ഇൻ്റർവ്യൂ 24 മണിക്കൂർ, അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതെ നമുക്ക് കാസ്ട്രോയെ വിലയിരുത്താൻ പറ്റില്ല. ലെനിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നൊരു ഭാഗമുണ്ട്. ലെനിൻ റഷ്യയിൽ മുതലാളിത്തം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യയിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇൻഡസ്ട്രിയലൈസേഷൻ്റെയൊക്കെ പരിമിതികൾ പറഞ്ഞുകൊണ്ടിരുന്നത് റഷ്യൻ മാതൃകയിൽ നിന്നും ഭിന്നമായിക്കൊണ്ടാണ് നാം സോഷ്യലിസം രൂപപ്പെടുത്തേണ്ടതെന്നും സ്റ്റേറ്റിലേക്ക് അധികാരവും മൂലധനവും കേന്ദ്രീകരിക്കപ്പെടാതിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, അതായിരുന്നു കാസ്ട്രോയുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും. എന്തായാലും അതിനൊക്കെ ഈ പറഞ്ഞതുപോലെ കാസ്ട്രോ ഇല്ല, പക്ഷെ പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നു. ആഗോളവൽക്കരണത്തെ, അതിൻ്റെ മാരകമായ അവസ്ഥയിലുള്ള ആഗോളവൽക്കരണത്തെ, സാമ്രാജ്യത്വ ആഗോളവൽക്കരണത്തെ എതിർക്കേണ്ടതുണ്ട്. ഈ മാതൃക പിന്തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഊർജം വീണ്ടും കിട്ടേണ്ടതുണ്ട്. അതിന് കാസ്ട്രോയുടെ ജീവിതവും ചെഗുവേരയുടെ ജീവിതവും ക്യൂബ എന്ന രാഷ്ട്രവും തുടർന്നും ശക്തി പകരും എന്ന പ്രതീക്ഷയാണ്, അവിടെ നിന്ന് ലോകത്തേക്ക് പടരും എന്ന പ്രതീക്ഷയാണ് ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും പങ്കുവച്ചത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ AK രാമകൃഷ്ണൻ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ PP സത്യൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, MP രാജേഷ് MP.